ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനോടൊപ്പം തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് കർത്താവിനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ വായിച്ചു കേട്ട വേദഭാഗത്തിന്മേൽ കർത്താവിൻ്റെ ആത്മാവ് ധാരാളമായിട്ടുള്ള പ്രകാശം പതിപ്പിക്കട്ടെ. വിശുദ്ധ ബൈബിൾ അറിയാവുന്ന ആളുകൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഏതാണ്ട് 20 നൂറ്റാണ്ടുകൾക്ക് പിറകിൽ ലോകത്തിൻ്റെ മധ്യഭാഗമായിരിക്കുന്ന പലസ്തീനയിൽ കാൽവറി മാമല മുകളിൽ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം 2 കള്ളന്മാരെയും ക്രൂശിച്ചു. ആ 2 കള്ളന്മാരെ ക്രൂശിച്ചതിനൊരു കാരണമുണ്ട്. അവരെല്ലാവർക്കും തലവേദനയായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് കാൽവറിയുടെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടത് അവിടുന്ന് ഒരു തെറ്റ് ചെയ്തിട്ടായിരുന്നില്ല. മറിച്ച് സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിൻ്റെ കോപാഗ്നിയിലേക്ക് ഇറങ്ങി വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് ഒടുവിലത്തെ നിമിഷങ്ങളിൽ അവിടുന്ന് കാൽവറിയുടെ ക്രൂശിൽ തൂക്കപ്പെടുമ്പോൾ ആ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരെ പ്രമേയമാക്കിക്കൊണ്ട് അവരുടെ സംഭാഷണവും അതിനോട് കർത്താവ് പ്രതികരിച്ചതുമൊക്കെയാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമായി നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രധാനമായും നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, സമയം അനുവദിക്കുന്നുവെങ്കിൽ, ആ കള്ളൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. എന്നാൽ ആ കള്ളൻ്റെ പ്രാർത്ഥനയിലേക്ക് വരുന്നതിന് മുൻപ് അതിൻ്റെ ഇതിവൃത്തമായി അനേക വിഷയങ്ങൾ നമുക്ക് സുവിശേഷ സന്ദേശമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ നന്നായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എനിക്കിന്ന് രാത്രി തരുന്ന പ്രകാശം അനുസരിച്ച് എൻ്റെ ആശയങ്ങളല്ല, എൻ്റെ കണക്കുകൂട്ടലുകളല്ല, മറിച്ച് കർത്താവിന് ഇന്ന് രാത്രി അങ്കമാലിയോട് എന്താണ് പറയാനുള്ളത്, ഈ ശബ്ദപരിധിയിൽ ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് തമ്പുരാന് എന്താണ് പറയാനുള്ളത്, അത് പറയുവാൻ കൃപയുടെ കീഴെ ഒരു ശബ്ദമായി, വെറും ഒരു ശബ്ദമായി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുക. ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ 2 കള്ളന്മാർ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്നുണ്ട്. ആ 2 കള്ളന്മാരെ ആസ്പദമാക്കി ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക, ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് 2 വഴികൾ വേർപിരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ചിന്തിച്ചു നോക്കിയാൽ വളരെ ചിന്തിക്കേണ്ടുന്ന വിഷയമായിട്ട്, ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ടുന്ന വിഷയമായിട്ട് ഈ പ്രമേയത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ 2 വഴികൾ തിരിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതിലൊന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിത്യനാശത്തിലേക്കുള്ള അഥവാ നിത്യനരകത്തിലേക്കുള്ള, ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത ന്യായവിധിയിലേക്ക്, വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷയിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആധികാരികതയിൽ പറഞ്ഞാൽ 2ാം മരണമെന്നറിയപ്പെടുന്ന നിത്യമായ നരകത്തിലേക്കുള്ള ഒരു യാത്രയായിട്ട് നമുക്ക് ആദ്യത്തെ വഴിയെ കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവനങ്ങനെ സംഭവിച്ചത്? ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ല. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അലംഘനീയമായ പ്രഖ്യാപനം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2ാം അധ്യായം 11ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കോറിയിട്ടിട്ടുള്ള വിഷയം ഇതാണ്: ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. മുഖപക്ഷമില്ലാത്ത ദൈവം, വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ കള്ളനോടും യാതൊരു മുഖപക്ഷവും കാണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കള്ളൻ? ഒരു വസ്തുത ഞാൻ പറയട്ടെ. ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ അത് ഇടത്തെ കള്ളനാണോ വലത്തെ കള്ളനാണോ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ ഇടതനാകട്ടെ വലതനാകട്ടെ, ലോകത്തിൽ ആരുമാകട്ടെ, ആർക്കും ഈ ആത്മരക്ഷ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ഈ ക്രിസ്തുവിൻ്റെ അരികിൽ നിന്ന് ഒരു കള്ളൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്, ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് അവസരം ലഭിച്ചിട്ടും നിത്യമായ നരകത്തിലേക്ക് അവൻ പോകുകയുണ്ടായി. എന്തുകൊണ്ടാണ് അവൻ പോയത്? അതിൻ്റെ കാരണം ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുക. അവൻ ദൈവപുത്രനെ ദുഷിക്കുന്നവനായി തീർന്നു. അവൻ്റെ
കൺമുൻപിൽ കിടന്ന അഖിലാണ്ടത്തിന് നായകനും സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പുകാരനുമായി പരത്തിലേക്ക് ഇറങ്ങി വന്ന് പാരിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയുടെ ക്രൂശിൽ അവന്റെയും പാപത്തിന്റെ പരിഹാരം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാടായി തീർന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അവന്റെ കൺമുൻപിൽ കിട്ടിയിട്ടും ഞാനിങ്ങനെ പറയട്ടെ, അവൻ എന്തുകൊണ്ട് നിത്യ നരകത്തിലേക്ക് പോയെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരമെന്ന് പറയുന്നത് അവന് കർത്താവിനെ ദുഷിക്കുന്നവനായി തീർന്നുവെന്നുള്ളതാ. അത് തന്നെയുമല്ല, അവന് ലഭിച്ച അവസരത്തെ അവൻ അവഗണിച്ചു കളഞ്ഞുവെന്നുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 24-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഞാൻ ആ വാക്യം വായിപ്പിക്കാതെ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. അവിടെ ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത്: യഹോവയായ ദൈവത്തെ ദുഷിക്കുന്നവൻ ആരായിരുന്നാലും അവൻ പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, അവൻ മരണശിക്ഷ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ ഈ മനുഷ്യൻ അവൻ ഏത് കള്ളനാന്ന് വെളിപ്പെടുത്തുന്നില്ല. അവന് ലഭിച്ചതായിട്ടുള്ള നല്ല അവസരത്തെ പാഴാക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനെ അവന്റെ കരങ്ങൾ നീട്ടിപ്പിടിക്കത്തക്ക നിലയിൽ അവന് ലഭ്യമായിട്ടും ആ ദൈവത്തിന്റെ പുത്രനെ, ആ രക്ഷയുടെ സന്ദേശത്തെ, ആ നിത്യമായ നരകത്തിലേക്ക് പോകത്തക്കവണ്ണം അവൻ ദൈവപുത്രനെ ദുഷിക്കുമ്പോൾ അവന്റെ മുൻപിൽ തുറന്നു വന്നത് നിത്യമായിട്ടുള്ള നരകമാണ്. ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അവന്റെ ജീവിതത്തിൽ അവന് പിന്നീട് ഒരിക്കലും ലഭിക്കുവാൻ കഴിയാത്ത തരത്തിൽ അവന് ലഭിച്ച അനുഗ്രഹീതമായിട്ടുള്ള ആ അവസരത്തെ അവൻ നഷ്ടമാക്കി കളയുന്ന ആ ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അവന്റെ അവസരം നഷ്ടമാക്കി കളഞ്ഞതുകൊണ്ട് പിന്നീട് ഒരിക്കലും അവന് തിരിച്ചു വരുവാൻ കഴിയാതെ അവന്റെ നാശത്തിലേക്ക് എന്നേക്കുമായിട്ട് അവൻ നിബദിക്കുന്ന, അവന്റെ ആത്മാവിന്റെ രക്ഷ അസാധ്യമായി തീരുന്ന, അവന്റെ മരണത്തോടുകൂടെ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത നിത്യമായ ദണ്ഡനത്തിലേക്ക് അവൻ പോകുന്ന പതിതമായ കാഴ്ചയാണ് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് ആരോട് മുഖപക്ഷമില്ല എന്നതിന്റെ വലിയ തെളിവാണ് കാൽവറിയുടെ ക്രൂശും ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന അനേക ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തിനാണ് ഈ ഉപദേശിമാരെല്ലാം നിന്നുകൊണ്ട് വഴിത്തലയ്ക്കല് സ്ഥലം കിട്ടുന്നിടത്തൊക്കെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പ്രസ്താവിക്കുന്നത്? അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ അവസരം അങ്ങ് കളഞ്ഞു കുളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ ജീവിതത്തിന് ഇന്ന് രാത്രി പൂർണ്ണവിരാമം കുറിക്കപ്പെട്ടാൽ, അല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വാനമേഘങ്ങളെ തേരാക്കി രണ്ടാമത് വെളിപ്പെട്ടാൽ അങ്ങ് നിത്യ നരകത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് അങ്ങയ്ക്ക് ദൈവം തമ്പുരാൻ വീണ്ടും ഒരു അവസരം കൂടെ തരുന്നതാണ് ഇന്ന് രാത്രി എന്ന് പറയാതിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, പണ്ടൊരു സ്ഥലത്ത് ഒരു മരണ വീട്ടിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് വളരെ കോപത്തോടുകൂടെ ഇങ്ങനെ പറയുകയുണ്ടായി: ഉപദേശി, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പറയുക. അദ്ദേഹം പറഞ്ഞു, കുറഞ്ഞ പക്ഷം ഈ മരിക്കുന്ന വീട്ടിലെങ്കിലും ഈ പ്രസംഗം ഒന്ന് നിർത്തിയാൽ വളരെ സന്തോഷമായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, ഏത് സന്ദർഭത്തിലും ഈ സുവിശേഷത്തിന്റെ സന്ദേശം ദൈവത്തിന്റെ ദാസന്മാര് നിശ്ചയമായിട്ടും പ്രസംഗിക്കുക തന്നെ ചെയ്യും. അതിനൊരു കാരണമുണ്ട്. താങ്കളുടെ ജീവിതത്തിന് ഏത് നിമിഷവും അന്ത്യം കുറിക്കപ്പെടാം. എൻ്റെ ജീവിതത്തിന് ഏത് നിമിഷവും അന്ത്യം കുറിക്കപ്പെടാം. അതുകൊണ്ടൊരു കാര്യം പറയട്ടെ, നൽകപ്പെടുന്ന അവസരങ്ങളെ സംബന്ധിച്ച് അത് രണ്ടാമത് ആവർത്തിക്കപ്പെടുമോ എന്ന് നമുക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഈ കള്ളന് സംഭവിച്ചത് അങ്ങയ്ക്ക് സംഭവിക്കുവാൻ പാടില്ല. അവന്റെ ജീവിതത്തിൽ ഏറ്റവും അസുലഭമായി ലഭിച്ച അവന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിനെ ഒന്ന് കണ്ട് അവന്റെ പാപത്തിന് മോചനം പ്രാപിക്കുന്നുവെങ്കിൽ അവനത് ചെയ്യാതെ പോയി. അവന്റെ മുമ്പിലുള്ളതായിരിക്കുന്ന ക്രിസ്തുവിനെ അവൻ ദുഷിച്ചപ്പോൾ അവന്റെ മുൻപിൽ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാതെയുള്ള നിത്യമായ നാശത്തിന്റെ വാതില് തുറക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കാൽവറിയുടെ ക്രൂശിൽ നിന്ന് തുറക്കപ്പെടുന്ന ഒന്നാമത്തെ വാതിലെന്ന് പറയുന്നത് നിരസിക്കുന്നവർക്ക് നിത്യമായ നരകത്തിലേക്കുള്ള നിത്യവാതായനമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ജീവിക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പലവട്ടം അങ്ങയുടെ കാതുകളിലേക്ക് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ വിശുദ്ധ തിരുവെഴുത്തിന്റെ ഈ സുവിശേഷത്തിന്റെ സന്ദേശമുണ്ടല്ലോ, അത് വന്നപ്പോഴൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് അവഗണിച്ചു കളഞ്ഞപ്പോ ഇന്ന് രാത്രി ദൈവം തമ്പുരാന് വീണ്ടും കരുണ തോന്നിയത് കൊണ്ട് അങ്ങയോട് ഈ സുവിശേഷത്തിന്റെ സന്ദേശം വ്യക്തമായി കേൾപ്പിക്കുകയാണ്. അപ്പോൾ മറക്കരുത്, ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത നിരസിക്കുന്നവർക്ക് അത് നിത്യമായിട്ടുള്ള നരകത്തിലേക്കുള്ള വഴിയായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ മറ്റൊരു വഴി അവിടെയുണ്ട്. ആ കള്ളൻ നിരസിച്ചു,
അവൻ നരകത്തിലേക്ക് പോയി. അതേ സമയം തന്നെ അവിടെ മറ്റൊരു വഴി തുറക്കപ്പെടുകയാണ്. ആ വഴി എങ്ങോട്ടാണെന്നറിയാമോ? അത് നിത്യമായ സ്വർഗത്തിലേക്ക്, വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക്, അവന്റെ ആത്മാവിന്റെ വിശ്രാമത്തിലേക്ക്. ഞാനിങ്ങനെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് അവന് ഒരു വഴി തുറക്കപ്പെടുകയാണ്. കാരണം എന്ന് പറയുന്നത്, അവൻ ക്രൂശിൽ കിടന്നപ്പോൾ അവന്റെ കൺമുൻപിൽ കിടന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന അനുഗ്രഹീതമായ കാര്യമാണ് കാണുവാൻ കഴിയുക. വളരെ വ്യക്തമായി നമുക്ക് ആ ഭാഗത്ത് വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ആ കള്ളൻ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവന്റെ ജീവിതത്തിൽ അവന്റെ കൺമുൻപിൽ കിടന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയിലേക്ക് ഞാൻ പിന്നീട് വരാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. എന്നാൽ ഈ അവസാനത്തെ നിമിഷം ഞാൻ മരിക്കുവാൻ പോകുന്ന ഈ ക്രൂരമായ ക്രൂശെടുത്തുകൊണ്ട് ഞാൻ മരണത്തിലേക്ക് പോകുവാൻ പോകുന്ന ഈ അവസാനത്തെ നിമിഷങ്ങളിൽ എൻ്റെ കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തോട് എനിക്ക് വിട പറയുവാൻ ആഗ്രഹമുണ്ട്. എൻ്റെ മുൻപിൽ അനേക നിമിഷങ്ങൾ ഇനി ശേഷിക്കുന്നില്ല കർത്താവേ. എന്നാൽ ഈ അവസാനത്തെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പുത്രനായ കർത്താവേ, ഞാൻ അങ്ങയോട് എൻ്റെ പാപങ്ങളെ എനിക്കറിയാവുന്ന ഭാഷയിൽ ഏറ്റുപറയുകയാ. എൻ്റെ ചങ്കിനകത്തേക്ക് എൻ്റെ കർത്താവേ അങ്ങ് വരാനായിട്ട് പ്രസാദിക്കണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കാലവിളംബം കൂടാതെ, സമയം നഷ്ടപ്പെടുത്താതെ കൃപയുടെ വാതിൽ അവൻ്റെ മുൻപാകെ തുറന്നുകൊണ്ട് നസ്രായനായ യേശു ക്രിസ്തുവെന്ന ദൈവത്തിൻ്റെ പുത്രൻ, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പ്രഘോഷിക്കുന്ന, ലോകത്തിൻ്റെ പരപ്പിൽ മനുഷ്യൻ്റെ പാപമോചനത്തിനുള്ള ഏക വഴിയായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി: ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷ എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രാപിക്കേണ്ടതാ. ഇന്ന് അങ്ങയുടെ പാപത്തിൻ്റെ ജീവിതത്തോട് വിട പറയാനായിട്ട് സാധിക്കണം. പാപത്തെ വെള്ളം പോലെ ഊറ്റിക്കുടിച്ചുകൊണ്ട് രഹസ്യമായ ജീവിതത്തിലാകട്ടെ പരസ്യമായ ജീവിതത്തിലാകട്ടെ എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയിലും ജീവിതത്തെ കഴിച്ചുകൂട്ടുന്ന എൻ്റെ പ്രിയ സ്നേഹിത, അങ്ങയോടൊരു കാര്യം പറയാം. അങ്ങയ്ക്ക് മുൻപിൽ തുറന്നു കിടക്കുന്ന സ്വർഗത്തിൻ്റെ വാതിൽ കൃപയുടെ കാലഘട്ടത്തിൽ തമ്പുരാൻ ഇന്നും തുറന്നു വെച്ചിട്ടുണ്ട്. ആ കള്ളനത്ര ദുഷ്പ്രവർത്തിക്കാരനായിരുന്നിട്ടും അവനോട് നസ്രായനായ യേശു ക്രിസ്തുവെന്ന ദൈവത്തിൻ്റെ പുത്രൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി: ഇന്ന് നീ എന്നോടുകൂടെ പരദീസിലിരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുകയാ. ഇന്ന് രാത്രി ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ ഒന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഇനി കഴിയുകയില്ല, കാലം മുന്നോട്ട് പോകുകയില്ല. ലോകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കാലാവസ്ഥയുടെ വ്യതിയാനം ഉൾപ്പെടെ ലോകത്തിൻ്റെ രാഷ്ട്രീയ സംഭവങ്ങളാകട്ടെ, അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഈ ലോകത്തിന് ഇനി മുന്നോട്ട് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ വിനയത്തോടെ പറയട്ടെ, യേശു ക്രിസ്തുവിന് അങ്ങേ ആവശ്യമുണ്ട്. ദൈവദാസന്മാര് ഒരുമിച്ച് നിന്ന് ഇവിടെ പാടിയ പാട്ട് അത് കേട്ടുകൊണ്ടാണല്ലോ പ്രസംഗവേദിയിലേക്ക് ഞാനും വന്നത്. ആ വാക്ക് ഞാൻ ആവർത്തിക്കാനായിട്ട് ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാ. ആ പാട്ട് എല്ലാ രാത്രിയും പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയ സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? യേശു വിളിക്കുകയാ. ഇന്ന് രാത്രി സ്നേഹമെഴുന്ന കരങ്ങളുമായി, കുത്തിത്തുളയ്ക്കപ്പെട്ട കാൽകരങ്ങളുമായി, കാൽവറിയുടെ ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ അങ്ങയ്ക്കായി ഊറ്റിത്തന്ന, അങ്ങയുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ആ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി അങ്ങയെ വിളിച്ചിട്ട് പറയുകയാ: മകനേ, മകളെ, നീ കടന്നു പോകരുത്. നിത്യമായ നരകത്തിലേക്ക് നീ പോകുവാൻ പാടില്ല. മറിച്ച് ഈ കള്ളൻ രണ്ടാമത്തെ കള്ളൻ ചെയ്തതുപോലെ കർത്താവിനോട് പ്രാർത്ഥിച്ച് മുൻപിലേക്ക് വരാനായിട്ട് നിനക്ക് സാധിക്കണം. ഇന്ന് രാത്രി അങ്ങേക്കതിന് മനസ്സുണ്ടോ? ഇന്ന് രാത്രി യേശുവിൻ്റെ അരികിലേക്ക് വന്ന് എനിക്ക് ആത്മരക്ഷ വേണം കർത്താവേ എന്ന് പറയാൻ അങ്ങയ്ക്ക് മനസ്സുണ്ടോ? ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രത്യേക വികാരം ഹൃദയത്തിലുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഈ മണ്ണിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മറ്റേത് സ്ഥലത്തേക്കാളും മറ്റൊരു പ്രത്യേകമായ വികാരം ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ട്. എല്ലാ താഴ്മയോടും, എല്ലാ സ്നേഹത്തോടും, എല്ലാ വിനയത്തോടും കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക്
ഭവനത്തിലേക്ക് വന്നിരിക്കുന്ന ഈ സമയത്ത് അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, പ്രിയമുള്ളവനെ, ക്രിസ്തുവിങ്കലേക്ക് വരിക. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രമേയം എന്ന് പറയുന്നത് ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് രണ്ട് വഴികൾ പിരിയുകയാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാനായിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 39-ാം വാക്യം, 23-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം. പ്രിയപ്പെട്ട മകനെ, ഉറക്കെ ഒന്ന് നിർത്തി വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം ഒന്ന് വായിച്ചു കേട്ടാട്ടെ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാൽ ഒരുത്തൻ നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത് ഇവിടെ ഈ കള്ളൻ കർത്താവിനെ ദുഷിക്കുന്ന ചരിത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയുകയില്ല, ഈ ഒരു കള്ളൻ മാത്രം ദുഷിച്ച കാര്യമാണ് പറയുന്നത്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ സുവ്യക്തമാണ്. ഈ കള്ളൻ മാത്രമല്ല, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. ഈ ഒരു കള്ളൻ മാത്രമല്ല, രണ്ട് കള്ളന്മാരും യേശുക്രിസ്തുവിനെ ദുഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇവിടെ വരുമ്പോൾ ഒരു കള്ളൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അതാണ് രണ്ടാമത്തെ പ്രമേയത്തിന് ആധാരമായിട്ടുള്ളത്. ഈ കള്ളൻ മാത്രമല്ല, സ്വീകരിച്ച കള്ളനും ഇപ്പോൾ അവൻ സ്വീകരിച്ചുവെങ്കിലും മറ്റു ഭാഗങ്ങൾ പഠിച്ചു നോക്കിയാൽ ചില നിമിഷങ്ങൾക്ക് മുൻപ് അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനാണ്, അവൻ ക്രിസ്തുവിനെ ദുഷിച്ചവനാണ്. ഇന്ന് രാത്രി രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, ഏത് കഠിന പാപിക്കും, എത്രമാത്രം വലിയ പാപം ചെയ്തവനും യേശു ക്രിസ്തു പാപക്ഷമ തരാനായിട്ട് മനസ്സുള്ളവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്ന പാപങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യ മാത്രമാണ് ഇനി മുൻപിലുള്ളത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്. ഈ ഒരു കള്ളൻ മാത്രമല്ല, ക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ ഉറപ്പ് ലഭിച്ച ഈ രണ്ടാമത്തെ കള്ളനുണ്ടല്ലോ, അവനും ക്രിസ്തുവിനെ മുൻപ് ഇതേപോലെ തന്നെ ക്രൂരമായ നിലയിൽ ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്തവനാ. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയമുള്ളവരെ, ഏത് കഠിന പാപിക്കും ഇത് പ്രതീക്ഷ നൽകുന്നുവെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്താം, ക്രിസ്തു ആരെയും തൻ്റെ അടുക്കൽ വരുന്നവരെ തള്ളിക്കളയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇവനെ തള്ളിക്കളയണമായിരുന്നു, ശരിയല്ലേ? ദൈവത്തിൻ്റെ നിയമത്തിന് മാറ്റമില്ല. ഈ കള്ളൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, ഞാനൊരു പാപിയാ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അവനോട് പറഞ്ഞില്ല, നീ എന്നെ ദുഷിച്ചവനല്ലേ, നീ എന്നെ തള്ളിപ്പറഞ്ഞവനല്ലേ, നീ എന്നെ കുറ്റം ചാർത്തിയില്ലേ, നീ എന്നെ പറ്റി നിന്നാ വചനങ്ങളുമായി ലോക മനുഷ്യനോട് ചേർന്നില്ലേ, അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് കർത്താവ് ഒരിക്കലും അവനോട് പറഞ്ഞില്ല. മറിച്ച് കർത്താവ് സ്നേഹമാർന്ന ഹൃദയത്തോടുകൂടെ നീട്ടിയ കരങ്ങളുമായി സ്വർഗത്തിൽ നിന്ന് അവനെ ചേർത്തുകൊള്ളാമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് അവന് നൽകിക്കൊണ്ട് ഏത് കഠിന പാപിക്കും പ്രതീക്ഷ നൽകുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. ചില വേദികളിൽ ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. എവിടെ നടന്നുവെന്നോ അതിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളുമോ എനിക്ക് വ്യക്തമായിട്ടുള്ള ഓർമ്മയില്ലെങ്കിലും ഞാൻ വായിച്ചു പോയിട്ടുള്ള ഒരു വിഷയം എൻ്റെ മനസ്സിൽ പല വേദികളിലും ഇത് പറയുമ്പോൾ കടന്നു വരാറുണ്ട്. ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സുവിശേഷകനാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. ഒരിക്കൽ ഒരു കാര്യം സംഭവിച്ചു. അദ്ദേഹം ഒരിക്കൽ റെയിൽവേ ക്രോസിലൂടെ തൻ്റെ കുടുംബവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഗേറ്റ് അടയ്ക്കുവാൻ മറന്നുപോയത് കൊണ്ട് ട്രെയിൻ വന്നിടിച്ച് താനൊഴികെയുള്ള തൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും ഭാര്യയുമെല്ലാം മരിച്ചു പോകുകയുണ്ടായി. അദ്ദേഹം വളരെ ദുഃഖിതനായി തീർന്നു. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് നൽകുകയുണ്ടായി. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു ദിവസം താൻ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഇന്ന് തൻ്റെ വീട്ടിൽ താൻ ഏകനായി മാത്രമേ ഉള്ളൂ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, താൻ സ്നേഹിച്ച, താൻ നെഞ്ചിലിട്ടുറക്കിയ തൻ്റെ അരുമയായ കുഞ്ഞുങ്ങൾ അവരെല്ലാം മരിച്ചുപോയി
കഴിഞ്ഞു. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള വിഷയമാണ്. ആ മനുഷ്യൻ വന്നിട്ട് ഈ ദൈവദാസനോട് ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു, അങ്ങയുടെ ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ക്ഷമിക്കുന്ന ദൈവമാണ്. വീണ്ടും ഒരു ചോദ്യം കൂടെ ഉണ്ടായി, കഠിനമായ പാപം ചെയ്ത് പൊറുക്കുവാൻ കഴിയാത്ത പാപം ചെയ്ത മനുഷ്യനോട് ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ക്ഷമിക്കാനായിട്ട് കഴിയും. വീണ്ടും ഒരു ചോദ്യം കൂടെ ഉണ്ട്, ആ ദൈവം ക്ഷമിച്ച മനുഷ്യനോട് അങ്ങയ്ക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ക്ഷമിക്കാനായിട്ട് കഴിയും. അദ്ദേഹം വളരെ ശാന്തമായി നിന്നുകൊണ്ട് വിറയ്ക്കുന്ന കരങ്ങളുമായി തുടിക്കുന്ന ഹൃദയവുമായിട്ട് ഈ വന്ന മനുഷ്യന് ഈ പറഞ്ഞ ദൈവദാസനോട് പറഞ്ഞു, അങ്ങയുടെ ഭാര്യയും മക്കളും മരിച്ച ആ രാത്രിയെക്കുറിച്ച് അങ്ങയ്ക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവമാണ്. വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, അന്ന് ഗേറ്റ് അടയ്ക്കുവാൻ മറന്നുപോയി. അങ്ങയുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ മനുഷ്യനാണ് ഞാൻ. എന്നോട് അങ്ങക്ക് ക്ഷമിക്കാൻ കഴിയുമോ? അങ്ങയുടെ ദൈവത്തിന് എന്നോട് ക്ഷമിക്കാനായിട്ട് കഴിയുമോ? ഈ ശാന്തമായി നിന്നുകൊണ്ട് ഈ കർത്താവിൻ്റെ ദാസന് ഒരു കാര്യം മാത്രമാണ് ഉദ്ധരിച്ചത്, ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, ഹല്ലേലൂയ ഹല്ലേലൂയ, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം, ഹല്ലേലൂയ. നമുക്കൊരു സ്തോത്രം പറയുന്ന തെറ്റില്ല. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ നാമാക്കി മാറ്റി നമ്മെ ജീവിതത്തിൻ്റെ ആശയും പ്രതീക്ഷയും നൽകി ദൈവത്തിൻ്റെ മക്കളാക്കി ചേർത്ത് നിർത്തിയ ആ കർത്താവിൻ്റെ വചനമാണ് ആ ദൈവദാസൻ ഉദ്ധരിച്ചത്. അവൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, അത് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ കാൽവറിയുടെ ക്രൂശിൽ കിടക്കുന്ന ആ കള്ളനുണ്ടല്ലോ, അവൻ വെറുതെ ഒരു കള്ളനായി വന്നവനല്ല. ഒരു കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ക്രൂശീകരണം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ വിരിമാറിൽ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷാവധിയാണ്. അനേക ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകാതെ അതിനെല്ലാം കടിഞ്ഞാണിട്ടിട്ട് ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക, റോമൻ ഗവൺമെന്റ് ഒരു തരത്തിലും ജീവിക്കുവാൻ അർഹതയില്ലെന്ന് വിധി എഴുതി. റോമൻ ഗവൺമെന്റിന് തലവേദനയായി മാറി, നാട്ടുകാർക്ക് തലവേദനയായി മാറി, സമൂഹത്തിൽ ഇവനെ ഒരു തരത്തിലും കൊള്ളുകയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെയാണ്, ക്രൂരമായ ആൾക്കാരെയാണ് ഈ ക്രൂശീകരണത്തിലൂടെ വധശിക്ഷ നടപ്പാക്കി കാലത്തിന്റെ പുരിക്കയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കള്ളൻ നിസാര കള്ളനല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ കള്ളനെന്നും ദുഷ്പ്രവർത്തിക്കാരനെന്നും പറഞ്ഞിട്ടുള്ളത്. അവൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒന്ന് നമുക്കറിയാം, അവന് സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് സമൂഹവും ഗവൺമെന്റും വിധി എഴുതിയ ആ മനുഷ്യൻ അന്ന് രാത്രിയിൽ നെഞ്ചകം പൊട്ടി കർത്താവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ കഠിനനായ ഒരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ കഠോരതയെ ക്ഷമിക്കുവാൻ അങ്ങയ്ക്ക് കഴിയുമോ? അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രതിവചനം, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് പറഞ്ഞു നിർത്തുകയായിരുന്നില്ല. മറിച്ച് ക്രിസ്തു പറഞ്ഞു, സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. വേദപുസ്തകത്തിൽ കള്ളം പറയാത്തൊരു ദൈവമുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിൽ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നാ ഇല്ല എന്നുമുള്ള, ഇവിടെ ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ കാലം എത്ര മാറിയാലും മാറ്റം വരാത്ത, വികാരത്തിന്റെ ആച്ഛാദനമില്ലാത്ത, യാതൊരു കാരണവശാലും കാലത്തിന്റെ യവനികയ്ക്ക് മാറ്റുവാൻ കഴിയാത്ത അനിഷേധ്യനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകയില്ല. കാൽവറിയുടെ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ മുൻപിൽ നിൽക്കുന്ന കഠിനനായ മനുഷ്യന്റെ ആ കരങ്ങളിലേക്ക് നോക്കിയിട്ട് യേശുക്രിസ്തു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസിലിരിക്കുമെന്ന് കർത്താവ് പറയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ പ്രമേയത്തിന്റെ രണ്ടാമത്തെ പ്രമേയമായി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അങ്കമാലിയിൽ പാപികൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രിയും ഈ സുവിശേഷം ഇവിടെ മുഴങ്ങുന്നത്. ഞങ്ങളും ഒരിക്കലും അങ്ങനെയായിരുന്നു. നിങ്ങളെ പോലെ തന്നെ പാപികളായി ജീവിച്ചവർ, എല്ലാ മനുഷ്യരും ജന്മ പാപികളാണ്. പാപം ചെയ്യുന്നത് കൊണ്ടല്ല, പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങെത്ര കഠിനനായ മനുഷ്യനുമാകട്ടെ, അങ്ങയുടെ പാപം അങ്ങയ്ക്ക് പോലും ഓർക്കുമ്പോൾ ഹൃദയ തകർച്ച ഉണ്ടാകുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണം. യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി അതിനെയെല്ലാം മായ്ച്ച് അങ്ങയെ ഒരു ദൈവ പൈതലാക്കി
ഉപയോഗമുള്ളവനാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതാണ് രണ്ടാമത്തെ വിഷയം. ഏതു കഠിന പാപിക്കും പ്രതീക്ഷ നൽകുന്നതാണ് യേശുവിൻ്റെ ക്രൂശിലെ മരണമെന്ന് പറയുന്നത്. ഏതു കഠിന പാപിക്കും പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങ് മടിച്ചു നിൽക്കരുത്, അങ്ങ് അറച്ചു നിൽക്കരുത്. അങ്ങയുടെ ജീവിതത്തിൽ ഇനി കാലം മുന്നോട്ട് പോയാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കരുത്. നാളെയാകട്ടെ 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 എന്നുള്ള ആ വചനത്തിന് ഇന്ന് രാത്രി അന്ത്യം കുറിച്ചുകൊണ്ട് യേശു അപ്പച്ചനോട് പറയണം, കർത്താവേ, ആ ക്രൂശിൽ അങ്ങേ ഏൽപ്പിച്ച് അങ്ങേ സ്വീകരിച്ച ആ മനുഷ്യനെ പോലെ എൻ്റെ കഠിനമായ പാപങ്ങളെയും ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കുകയും എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കുകയും ചെയ്യണമേ. ആർക്കിത് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും? ഒരു പക്ഷേ ഇരുട്ടിൻ്റെ മറവിലിരുന്നു കൊണ്ട്, ഒരു പക്ഷേ ഈ പന്തലിനകത്തിരുന്നു കൊണ്ട്, ഇനി ഒരു പക്ഷേ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഈ ശബ്ദവീഥികൾ അങ്ങയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അങ്ങ് ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് യേശു കർത്താവിനോട് ഇന്ന് രാത്രി ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് പറയാനായിട്ട് കഴിയട്ടെ, എൻ്റെ കർത്താവേ, എനിക്കങ്ങേ വേണം. കഠിന പാപിയോടും ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ പ്രമേയത്തിലേക്ക് വരേണ്ടതിന് ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 42-43 വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ മോനെ, ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. 42-43 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം. അവിടെ മൂന്നാമത്തെ പ്രമേയം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. അതാണ് അവന്റെ അപേക്ഷ. കർത്താവ് എന്താ പറഞ്ഞത്? അതുകൂടെ വായിച്ചാട്ടെ. അടുത്ത വാക്യം 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് സത്യമായിട്ടും ഞാൻ നിന്നോട് പറയുന്നുവെന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ്. എന്താണ് അവിടുത്തെ മൂന്നാമത്തെ വിഷയമെന്നറിയാമോ? ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ അനിഷേധ്യമായ തെളിവാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ലോകം മനസ്സിലാക്കുന്നതിനപ്പുറത്തായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തി യേശു ക്രിസ്തു ക്രൂശിലും ചെയ്യുന്ന അനുഗ്രഹീതമായ കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അത് മനുഷ്യന് പാപമോചനം നൽകുക എന്നുള്ള വിഷയമാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ആർക്കാണ് പാപമോചനം നൽകുവാൻ കഴിയുന്നത്? പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവെന്നും അത് തന്നെയുമല്ല, ആ പാപത്തെ ഏറ്റുപറയുന്ന മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകാമെന്നുമുള്ള ഉറപ്പ് നൽകുവാൻ അവൻ ഈ തലത്തിൽ കരുത്തുള്ള ഒരുത്തനും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുവാൻ പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം, ദൈവം ചെയ്യുന്ന ആ പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പാപക്ഷമ നൽകുക, അത് തന്നെയുമല്ല, പാപക്ഷമ നൽകി ആ മനുഷ്യന് പറുദീസയെ കുറിച്ചുള്ള ഭദ്രത ഉറപ്പ് നൽകിക്കൊടുക്കുന്ന ആ പ്രവൃത്തി യേശു ക്രിസ്തു ചെയ്തപ്പോൾ അവിടെ വെളിപ്പെടുന്നത് മൂന്നാമത്തെ വിഷയമാണ്. അതെന്താണെന്നറിയാമോ? ക്രിസ്തു ദൈവമാണ് എന്നുള്ള വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അവിടുന്ന് കേവലം ഒരു അത്ഭുത പ്രവർത്തകനല്ല. ക്രിസ്തുവിനെ അത്ഭുത പ്രവർത്തകനായി കണ്ടാൽ അങ്ങ് സ്വർഗത്തിലേക്ക് പോകുകയില്ല. ക്രിസ്തു വെറും ഒരു ഗുരുവല്ല. ക്രിസ്തുവിനെ ഗുരുവായി കണ്ടാൽ അങ്ങ് നിത്യനരകത്തിലേക്ക് പോകുകയുള്ളൂ. കാരണം ലോകത്തിൽ അനേക ഗുരുക്കന്മാരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ക്രിസ്തുവിന് മാത്രമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് ദൈവമായതുകൊണ്ട് പാപക്ഷമ നൽകുവാൻ കഴിയുന്ന, നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി അങ്ങയ്ക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. യേശു കേവലം മനുഷ്യന്റെ പാപത്തിനായി മരിച്ച് അടക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാധാരണ ചരിത്ര പുരുഷൻ മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ പെരുമാറിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ദൈവമാണ് എന്നുള്ളത് കാണുവാൻ കഴിയേണ്ടുന്ന വിഷയമാണ്. അതാണ് വിശുദ്ധ ബൈബിളിൽ അനേക ഭാഗങ്ങളിൽ യേശുവിൻ്റെ ദൈവത്വമുണ്ട്. ഇന്ന് രാത്രി എന്തുകൊണ്ടോ കർത്താവിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഒന്ന് പരാമർശിക്കുവാൻ എനിക്ക് പ്രേരണ തരികയാണ്. അതുകൊണ്ട് അധികം പറയുന്നില്ലെങ്കിലും ചില വാക്യങ്ങൾ ഒന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ്: അവിടുന്ന് മഹാദൈവമാണ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ
ഗ്രേറ്റ് ഗോഡ് എന്ന് പറയുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അർത്ഥാൽ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവിലൂടെ വിശുദ്ധ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം ആവർത്തിച്ച് പറയുന്ന വസ്തുത എന്ന് പറയുന്നത് അവിടുന്ന് മഹാദൈവമാണ് എന്നുള്ള വസ്തുതയാ. അത് തന്നെയുമല്ല യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരിക, അതിൻ്റെ 9-ാം അധ്യായം 6-ാം വാക്യം. അത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്നത് ക്രിസ്തുമസ് കാലഘട്ടമാണ്. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഈ വാക്യം എത്രയോ പ്രാവശ്യം ഉദ്ധരിക്കപ്പെടും. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവനെ സംബന്ധിച്ച് പറയുമ്പോൾ വീരനാം ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്, നിത്യപിതാവാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പറയുന്ന ഭാഗങ്ങളെല്ലാം യേശുക്രിസ്തു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് പിറകില് പോരാ, സഹസ്രാബ്ദങ്ങൾക്ക് പിറകില് യെശയ്യാവ് എന്നറിയപ്പെടുന്ന പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ യെശയ്യാവ് എന്ന പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വിഷയമാണ്. അപ്പോൾ ക്രിസ്തു ജനിച്ചിട്ടില്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് യേശു ജനിച്ചത്. പക്ഷെ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് പ്രവചനത്തിന്റെ ആത്മാവില് യേശു ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യെശയ്യാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചു: നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവിടുത്തെ പേരെന്ന് പറയുന്നത് അത്ഭുത മന്ത്രിയ. ഞാനത് വിട്ടുകളയുകയാണ്. വീരനാം ദൈവമാണ്, മൈറ്റി ഗോഡ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ പറയുകയാ, ക്രിസ്തു ജനിക്കും, കന്യകയുടെ മകനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആ ക്രിസ്തു കേവലം ഒരു ശിശുവല്ല, മറിച്ച് അവൻ ശിശുവായി വെളിപ്പെട്ടെങ്കിലും ജഡാവതാരം ചെയ്തെങ്കിലും ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാ, അവിടുന്ന് വീരനാം ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്, നിത്യനാം പിതാവാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ എത്രയോ തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യഭാഗങ്ങളൊന്ന് ഉദ്ധരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഞാനിങ്ങനെ വായിച്ച് പറഞ്ഞങ്ങ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ആ മഹാപൗരോഹിത്യ പ്രാർത്ഥന, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവരെ ഓർത്തുകൊണ്ട് മഹാപുരോഹിതനായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അവിടുത്തെ ഇഷ്ടം നമുക്ക് ദൈവജനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാമോ മോനെ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നിർത്തി ഉറക്കി ഒന്ന് വായിച്ചാട്ടെ. അവിടെ ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് മറ്റൊരു തെളിവ് കാണാം. യോഹന്നാൻ 17:11. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് ദൈവജനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്വത്തിന്റെ തെളിവായിട്ട് ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ഇന്ന് രാത്രി പിതാവാം ദൈവത്തെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ പറയുകയാ, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ നമ്മെ പോലെ ഒന്നായി തീരേണ്ടതിന്. ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവിന്റെ 3-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുന്ന് ദൈവമാണ് എന്നുള്ള വിഷയമാണ്. അവിടുന്ന് ദൈവമായതുകൊണ്ടാണ് ഈ പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തി അവിടുന്ന് ചെയ്തു തീർക്കുന്നത്. കർത്താവ് പറഞ്ഞു, തൻ്റെ അടുക്കിലേക്ക് വന്ന ആ കള്ളനോട് കർത്താവ് പറഞ്ഞു, സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ എന്ത് ചെയ്യും? പറുദീസയിലിരിക്കും. ഇനി കാലത്തിന് താമസമില്ല മകനെ, ഈ നിമിഷം തന്നെ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഇത് മറക്കരുത്. കാലങ്ങൾ നീളുമ്പോഴല്ല അങ്ങയുടെ രക്ഷ സാധ്യതമായി തീരുന്നത്, മറിച്ച് യേശു അങ്ങെപ്പോൾ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്നുവോ, അങ്ങെപ്പോൾ യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറയുന്നുവോ, അങ്ങെപ്പോൾ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരുന്നുവോ, ആ വരുന്ന നിമിഷം തന്നെ അങ്ങയുടെ ഹൃദയത്തിന്റെ കവാടം തുറക്കുമ്പോൾ യേശു എന്ന രക്ഷിതാവ് അങ്ങയുടെ ഹൃദയത്തിനകത്തേക്ക് വരികയും അങ്ങ് ദൈവത്തിന്റെ മകനായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇത് കാലങ്ങൾ കൊണ്ടല്ല, ഈ നിമിഷം സംഭവിക്കുന്ന അനുഗ്രഹീതമായ കാര്യമാണ്.
ക്രിസ്തു പാപങ്ങളെ മോചിച്ചപ്പോൾ അവിടെ വ്യക്തമാക്കപ്പെടുന്ന വിഷയമെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ക്രിസ്തു ദൈവമാണ്, അവിടുത്തേക്ക് പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇതെൻ്റേതല്ല എന്ന് ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സംശയമുള്ള പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി അടിച്ചുറപ്പിച്ച് സമയത്തിൻ്റെ പരിമിതിയിൽ നിർത്തുവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയട്ടെ. എത്രയോ വാക്യങ്ങളുടെ അകമ്പടി യേശു ദൈവമാണെന്നതിന് തെളിവായിട്ടുണ്ട്. ഇവിടെ ഇതാ അതിന് വ്യക്തമായ തെളിവായി ചൂണ്ടിക്കാണിക്കുകയാ. ഈ പാപമോചനത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ കള്ളന് കർത്താവ് അപ്പോൾ തന്നെ പാപമോചനം നൽകി. ദൈവം ചെയ്യുന്ന പാപക്ഷമ അവന് നൽകി. എത്ര പേർക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച ആ ദൈവപുത്രനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. ക്രിസ്തു ദൈവമാണ്, അവിടുന്ന് പാപമോചനം നൽകുന്ന കർത്താവ്. അത് തന്നെയുമല്ല, മുമ്പിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനോട് ആ കള്ളൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലേക്കൊന്ന് കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ആ കള്ളൻ്റെ പ്രാർത്ഥന എന്തായിരുന്നുവെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ ഞാൻ ആവർത്തിക്കാം. അവിടെ ഇങ്ങനെ വായിച്ചത്, അവൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനൊരു വസ്തുത നാലാമത്തെ വിഷയമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ആ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ആ കള്ളന് അവൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തെക്കുറിച്ച് അനുതാപമുണ്ടായി എന്നുള്ളതാണ്. അർത്ഥാൽ അവൻ്റെ പാപത്തെക്കുറിച്ച് അവൻ ഏറ്റുപറയാൻ അവൻ സമ്മതിക്കാൻ മനസ്സുള്ളവനായിരുന്നു. ഇന്ന് രാത്രി സ്വർഗത്തിൽ പോകാത്ത ഒരു വലിയ കൂട്ടരുണ്ട്. അവരുടെ കുറ്റം എന്താണെന്നറിയാമോ? യേശു പാപമോചനം വരുത്താത്തത് കൊണ്ടല്ല, മറിച്ച് യേശു ക്രിസ്തു വരുത്തിയ പാപമോചനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ പാപിയാണ് എന്ന് സമ്മതിച്ച് പാപത്തിൻ്റെ മുൻപാകെ എനിക്ക് പാപത്തെക്കുറിച്ച് അനുതാപമുണ്ട്, എനിക്ക് യേശുവിനെ വേണമെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപത്തിന് യേശു ക്രിസ്തു ക്രൂശിൽ പരിഹാരം വരുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ഏതു മനുഷ്യൻ്റെയും പാപത്തിൻ്റെ കടം ക്രൂശിൽ കൊടുത്തു തീർത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യരോരോരുത്തരായി വ്യക്തിപരമായി അത് സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. അത് സ്വന്തമാക്കണമെങ്കിൽ എന്തു വരണമെന്നറിയാമോ? ഈ വേദഭാഗത്തിൽ അതാ കാണുവാൻ കഴിയുന്നത്. അവൻ്റെ ആ പ്രാർത്ഥനയിലൂടെ, യേശുവേ, അങ്ങ് രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന ആ പ്രാർത്ഥനയിലൂടെ അവനൊരു കാര്യം സമ്മതിക്കുകയായിരുന്നു. എൻ്റെ കർത്താവേ, ഞാനൊരു പാപിയ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അനേക പാപങ്ങളുണ്ട്, അത് പുറത്തു പറയുവാൻ കഴിയുന്നതല്ല. എൻ്റെ കർത്താവേ, ഞാൻ ഈ കാൽവറി ക്രൂശിൽ അങ്ങയോടൊപ്പം ഒരു കള്ളനായി അങ്ങ് പാപം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാ, എൻ്റെ ദൈവമേ, ഞാൻ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ഏത് വ്യക്തിക്കും ഈ പാപത്തിൻ്റെ മോചനം സാധ്യമാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടാകണം. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ച്, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് അങ്ങയുടെ ഹൃദയത്തിൽ ഓർത്തും ഓർക്കാതെയും കിടക്കുന്ന ഏത് പാപങ്ങളെയും കുറിച്ച് ഒരു ദുഃഖം അങ്ങയ്ക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കണം. സങ്കീർത്തനത്തിലൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. 38-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാമോ മോനെ? 38-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം. അവിടെ പാപത്തെക്കുറിച്ച്, അനുതാപത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് പഴയ നിയമകാലത്തിൽ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ഏറെ പ്രസക്തമായ വിഷയമാണ്. അവിടെ പാപത്തെക്കുറിച്ച്, അനുതാപത്തെക്കുറിച്ച് പറയുന്ന വാക്യം ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ. 38-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം വായിച്ചാട്ട് മകനെ. ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. തീർന്നില്ല. എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ തൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുകയാ. ഞാനിങ്ങനെ പറയട്ടെ, അവൻ അധിക സമയമൊന്നും ലഭിച്ചില്ല.
അവൻ അധിക സമയം ലഭിച്ചില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി ഈ കള്ളനോട് വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു: നിനക്ക് ആത്മരക്ഷ സാധ്യമാണ്, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. നീ നിന്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കണം, നിന്റെ അകൃത്യത്തെക്കുറിച്ച് ഏറ്റുപറയണം. ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ, ഈ സുവിശേഷ സന്ദേശം പറയുന്ന കാതലായ മറ്റൊരു വസ്തുത അതാ: അങ്ങയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് വരാനായിട്ട് മനസ്സുണ്ട്. ആരെയും കർത്താവിന് തള്ളിക്കളയാനായിട്ട് മനസ്സില്ല. എന്നാൽ ഇന്ന് രാത്രി ഇത് സംഭവിക്കാതെ അങ്ങയ്ക്ക് പാപമോചനം അസാധ്യമാണ്. എന്താണെന്നറിയാമോ? കർത്താവിനോട് പറയണം: ഞാൻ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്, എൻ്റെ ജന്മപാപം എന്നിലുണ്ട്, എൻ്റെ കർമ്മപാപം എന്നിലുണ്ട്, ഓർക്കുവാൻ കഴിയുന്നതും ഓർക്കുവാൻ കഴിയാത്തതുമായ തലയിലെ രോമങ്ങളിലും അധികമായ എത്രയോ കഠോരമായ പാപങ്ങൾ എൻ്റെ ജീവിതത്തെ മലീമസമാക്കുന്നുണ്ട്. എന്നാൽ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം മനസ്സോടെ ചെയ്യാൻ തയ്യാറാണ്. ആ കള്ളൻ ചെയ്ത അതേ കാര്യമാണ്, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കാൻ, ഒന്ന് കരയുവാൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനത്തോട് ഞാൻ പറയട്ടെ, ഇന്ന് ദൈവജനത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പങ്ങളിൽ ഒന്ന്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊന്നല്ല, ജീവിതത്തിന്റെ പാപങ്ങളെ കർത്താവിന്റെ ആത്മാവ് ഓർമ്മിപ്പിച്ചാൽ പോലും അതിനെതിരെ പുറം തിരിഞ്ഞുകൊണ്ട് പാപത്തിൽ തുടരുന്ന അനേക വിശ്വാസികൾ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. മത്സരിക്കുന്ന അനേകർ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണമെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള ദുഃഖമുണ്ടാകേണ്ടെന്ന ആവശ്യമുണ്ട്. ഈ കള്ളൻ്റെ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ അതാണ് നാലാമത്തെ പ്രമേയമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ തൻ്റെ പാപത്തെ സമ്മതിക്കാനായിട്ട് അവന് മനസ്സുണ്ടായിരുന്നു. തന്നെയുമല്ല, അഞ്ചാമത്തെ വിഷയമായിട്ട് മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവൻ ക്രിസ്തു പാപരഹിതനാണ് എന്ന് സമ്മതിക്കുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു. വായിച്ചാട്ടെ മോനെ, 41 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം അതിൻ്റെ 41 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുന്ന, സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ക്രിസ്തുവിനെ കുറിച്ച് പാപരഹിതനാണെന്ന് അവൻ സമ്മതിക്കുക. അവിടെ എന്താ വായിക്കുന്നത്? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുകയാ: ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാത്രി ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ കള്ളന്റെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് അവിടെ കാണുവാൻ കഴിയുന്ന അഞ്ചാമത്തെ പ്രമേയം എന്ന് പറയുന്നത് അതേത് മനുഷ്യനും ശരിയായിട്ട് മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. അത് മറ്റൊന്നല്ല, ക്രിസ്തു പാപരഹിതനാണ്, ക്രിസ്തുവിൽ പാപമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ എത്രയോ ഭാഗങ്ങളിൽ അത് എടുത്തു പറയുന്നുണ്ട്. പത്രോസ്ലീഹ പറയുന്നത് അവനിൽ പാപമില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ പാപം ചെയ്തിട്ടില്ല എന്നാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: അവനിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ യാതൊരു പാപവും ആർക്കും ആരോപിക്കുവാൻ കഴിയുകയില്ല. അത് തന്നെയുമല്ല, നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണ വേള നമുക്കറിയാവുന്ന വിഷയമാണ്. എല്ലാ പ്രഭാഷകരും അത് എടുത്തു പറയുന്ന വിഷയമാണ്. നമുക്കറിയാം പീലാത്തോസിനെ സംബന്ധിച്ച്. ആ പീലാത്തോസ് നമ്മുടെ കർത്താവിനെ വിധിക്കുന്ന ആ വിധി വരുമ്പോൾ അവൻ തൻ്റെ കൈ കഴുകിയിട്ട് പറയുന്ന ഒരു വസ്തുതയുണ്ട്: ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് എന്തില്ല? പങ്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അനേക കുറ്റവാളികളെ വിധിച്ചിട്ടുണ്ട്. റോമൻ ഗവർണറായ പൊന്തിയോസ് പിലാത്തോസ് പറയുന്ന വിഷയം അതാണ്: ഞാൻ അനേകരെ വിധിച്ചിട്ടുണ്ട്, അനേകരുടെ കുറ്റങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അത് കാണുമ്പോൾ അവനേക്ക് ശിക്ഷ യോഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മുൻപിൽ വന്നിട്ടുള്ള ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവൻ പറയുകയാ: ഇതുപോലെ ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അതിനു മുൻപ് മാറി മാറി വിധിച്ച കോടതികളെല്ലാം ഒന്ന് പറഞ്ഞു: ഈ ക്രിസ്തുവിൽ പാപം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ക്രിസ്തു പാപരഹിതനാണ്, ക്രിസ്തുവിൽ പാപമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ നെഞ്ചകത്തിൽ ഏറ്റെടുക്കുന്ന ഈ ക്രിസ്തുവിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരൊറ്റ വിഷയം എന്ന് പറയുന്നത് അത് വേറെ ആർക്കും പറയാൻ കഴിയുകയില്ല: നമ്മുടെ കർത്താവ് പാപരഹിതനാണ്. പ്രിയമുള്ളവരെ, അത് തന്നെയുമല്ല, ക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ ക്രൂശിച്ചു. കർത്താവ്
ക്രൂശിൽ പ്രാണൻ വെടിയുന്ന നിമിഷത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രാണൻ വെടിയുകയാ. പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ കള്ളന്റെ മുമ്പിൽ ഈ കർത്താവ് എന്ത് ചെയ്യുകയാ? അവൻ ക്രൂശിക്കപ്പെട്ട് മരിക്കുമ്പോൾ അവനെ കുത്തുവാനായിട്ട് വന്ന ആ ശതാധിപന്, ക്രൂശിക്കുവാൻ നേതൃത്വം കൊടുത്ത ആ ശതാധിപൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നല്ല. അവൻ പറഞ്ഞു, വാസ്തവമായും ഈ മനുഷ്യനാരായിരുന്നു? നീതിമാനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായും ഈ ക്രിസ്തു നീതിമാനായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏക നാമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ നേരത്തെ പറഞ്ഞു, മറ്റൊരു മാർഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇത്രയും പണച്ചെലവ് മുടക്കി ബുദ്ധിമുട്ടി ഞങ്ങൾ ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, യേശു ക്രിസ്തു മാത്രം പാപരഹിതനാണ്. ആ ക്രിസ്തുവിന് മാത്രമേ പാപിയെ രക്ഷിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക, ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി കാണിപ്പാൻ കഴിയുകയില്ല. ലോകത്തിൽ ക്രിസ്തു ഒഴികെ യാതൊരു മനുഷ്യനാകട്ടെ, ഏത് അവതാര പുരുഷന്മാരുമാകട്ടെ, എല്ലാവരിലും പാപമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൽ മാത്രം ആരോപിക്കപ്പെടുവാൻ കഴിയാത്ത ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് അനിഷേധ്യമായി പറയുന്ന അനുഗ്രഹീതമായ വിഷയം ക്രിസ്തുവിൽ പാപമില്ല എന്നുള്ളത്. അത് ആ കള്ളന് മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ കള്ളൻ ഇപ്പോൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുമ്പോൾ അവൻ്റെ കൈയെത്തുന്ന ദൂരത്ത് ആ കർത്താവ് കിടപ്പുണ്ട്. എൻ്റെ ഹൃദയത്തിലേക്ക് അനേക പ്രാവശ്യം ആ ചിന്ത ആഞ്ഞാർത്തലച്ചു വരാറുണ്ട്. ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഈ ചിന്ത വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. എന്താണെന്നറിയാമോ? ഈ കള്ളന് യേശുവിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, നിശ്ചയമായിട്ടും. ശരിയല്ലേ? അവനൊരു കള്ളനാ, ദുഷ്പ്രവർത്തിക്കാരനാ, കലഹമുണ്ടാക്കുന്നവനാ. എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ്റെ കൺമുൻപില്, അവൻ്റെ കൈയെത്തുന്ന ദൂരത്തില്, ചില മണിക്കൂറുകളോളം മരിക്കുന്നതിന് മുൻപ് യേശുവെന്ന ലോകത്തിന്റെ രക്ഷിതാവിനെ, ദൈവത്തിന്റെ പുത്രനെ അവൻ്റെ കൺമുൻപിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടെത്തിച്ചു. അങ്ങനെ കിടക്കാൻ നേരത്ത് ആ കള്ളൻ അനേക കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകാം. അനേക ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ, അനേക സൗഖ്യം പ്രാപിച്ച വിഷയങ്ങൾ, അനേക കുരുടന്മാർക്ക് കണ്ണു തുറന്നു കിട്ടിയ കാര്യങ്ങൾ, അനേക വിഷയങ്ങൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു വന്നിട്ടുണ്ടാകാം. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, അവൻ നേർക്കുനേരെ യേശുവിനെ അവൻ്റെ കൈയെത്തുന്ന ദൂരത്തിൽ കിട്ടിയപ്പോൾ അവൻ ക്രിസ്തുവിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തു. അവൻ ക്രിസ്തുവിനെ കൂലങ്കക്ഷമായി നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്നൊരു കാര്യം മനസ്സിലായി. എന്നോടൊപ്പം ക്രൂശിക്കുവാൻ കിടക്കുന്ന ഈ നസ്രായനായ യേശു ക്രിസ്തുവുണ്ടല്ലോ, ആ ക്രിസ്തു പാപരഹിതനാണ്. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. ആ കള്ളനോട് പറയുകയാ, നിനക്കിനിയും മാനസാന്തരപ്പെടുവാൻ കഴിയുന്നില്ലേ? നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ലോകത്തിന്റെ പെരുമാറില് അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് വന്നിട്ടും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മനുഷ്യന് വേണ്ടി ക്രൂശിക്കപ്പെട്ട ജീവൻ നൽകിയ ഏക രക്ഷിതാവേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു മാത്രം ഏകരക്ഷിതാവ്. ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അങ്ങയുടെ മുൻവിധികൾ മാറ്റിവെക്ക്. ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും, ഈ പാപരഹിതനായ യേശു ക്രിസ്തുവിൽ മാത്രമേ പാപമോചനം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ സമയത്ത് അവസാനിപ്പിച്ചുകൊള്ളാം. ആ കള്ളൻ അതുകൊണ്ട് ചെയ്തതാണ് അടുത്ത വിഷയമായിട്ടുള്ളത്. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അനേക വിഷയങ്ങളുണ്ട്. ഞാൻ സമയപരിധിയിൽ നിർത്തുവാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പറയാം. അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാ: യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തോണം. അവിടെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ആ കള്ളന്റെ പ്രാർത്ഥനയിൽ അവൻ സമ്മതിച്ച മറ്റൊരു കാര്യമുണ്ട്. അങ്ങ് യേശുവാണ് എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം അറിഞ്ഞാൽ അത് മനസ്സിലാകും. യേശു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയമുള്ളവരെ, അവനൊരു കാര്യം മനസ്സിലായി. ഈ ക്രിസ്തുവിലൂടെ, ഈ യേശുവിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ. അവൻ യേശു ക്രിസ്തുവിനെ യേശുവെന്ന് വിളിക്കുമ്പോൾ മറ്റുള്ളവർ വിളിച്ച പേര് പോലെയല്ല അവൻ വിളിച്ചത്, മറിച്ച് അവൻ അവൻ്റെ രക്ഷിതാവിനെ യേശുവിൽ കണ്ടെത്തി. ഹല്ലേലൂയ! യേശുവിൽ അവൻ രക്ഷിതാവിനെ കണ്ടെത്തി.
മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. അങ്കമാലിയുടെ മണ്ണിൽ നിന്ന് ആ നാമധേയം ഒന്ന് ഉറക്കമിടങ്ങട്ടെ. അവൻ നമ്മുടെ യേശുവാണ്, അവൻ നമ്മുടെ രക്ഷിതാവാണ്. ഇന്ന് രാത്രി ഈ രക്ഷിതാവിനെ പ്രാപിക്കാനായിട്ട് കഴിയണം. ആ കള്ളൻ സമ്മതിച്ചതാ, അല്ലാതെ പ്രാർത്ഥിച്ചു വെറുതെ പോകുകയായിരുന്നില്ല. ആ പ്രാർത്ഥന പഠിച്ചാൽ അനേക വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥനയിൽ അവൻ സമ്മതിച്ച ആദ്യത്തെ വിഷയത്തിന്റെ മുൻപിൽ സ്വർഗത്തിന്റെ കവാടം അവന് തുറന്നു കൊടുത്തു. അവൻ നെഞ്ചകം പൊട്ടി അവൻ വിളിച്ചു, അങ്ങ് യേശുവാണ് എൻ്റെ രക്ഷിതാവാ. ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് കാണുക. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ഏത് വ്യക്തിയോടും മുൻവിധികളെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി അങ്ങ് പറയേണ്ടുന്ന ആദ്യത്തെ വിഷയമുണ്ട്. അങ്ങയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ 20 നൂറ്റാണ്ടുകൾക്ക് പിറകില് ഒരു യുഗാന്ത്യ സന്ധിയിൽ സ്വർഗത്തിന്റെ സകല പ്രതാപവും വെടിഞ്ഞ് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ഇവിടെ ജീവിച്ച് ഒടുവിൽ കാൽവരിയുടെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു അവിടുന്ന് എൻ്റെ രക്ഷിതാവാണ്, അങ്ങയുടെ രക്ഷിതാവാ. തന്നെയുമല്ല, ആ വിളിച്ച വിളിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. യേശുവേ എന്ന വിളി ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ജീസസ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് മൈ ലോർഡ്, എൻ്റെ കർത്താവെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? കർത്താവെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ കഴിയുന്ന, ജീവിതത്തിൻ്റെ കർത്തൃത്വം കൊടുക്കുവാൻ കൊള്ളാകുന്ന, ജീവിതത്തിൻ്റെ ഭരണം അങ്ങ് ഏറ്റെടുക്കണമെന്ന അപേക്ഷയുമായിട്ട് ആ ക്രൂസിൽ കിടന്നവൻ വിളിക്കുകയാ, യേശുവേ അങ്ങൻ്റെ രക്ഷിതാവാ. അത് തന്നെയുമല്ല, അങ്ങ് മാത്രമാണ് ഇനി എൻ്റെ ദൈവമായിട്ടുള്ളത്. സ്തോത്രം, 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 സ്തോത്രം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ നമ്മുടെ രക്ഷിതാവ് മാത്രമല്ല, അവിടുന്ന് നമ്മുടെ കർത്താവ് കൂടെയാണ്. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൂടെ പറഞ്ഞ് മുമ്പിലേക്ക് പോകട്ടെ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുതെ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച് രക്ഷിക്കപ്പെടാതെ സഭാ കൂടിയവരുകൾ കൂടി അനേക ജീവിതകാലത്തിൽ യാതൊരു പ്രത്യാശയുമില്ലാതെ ജീവിച്ച് രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെടുന്ന ചിന്തയുമായി ജീവിച്ച് മരണത്താൽ നിത്യനാശത്തിലേക്ക് പോകുന്ന, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെടുവാൻ പോകുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. അത് ജീവിതം കണ്ട് അറിയാം, വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയാം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാതെയാണ് കർത്തൃമേശ എടുക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാതെയാണ് സഭയിൽ പോകുന്നതെങ്കിൽ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാതെയാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ, രക്ഷ എന്ന് പറയുന്നത് കേവലം വാക്കിന്റെ ഏതെങ്കിലും അതരചർവണമല്ല, മറിച്ച് ഈ കള്ളൻ ചെയ്തതുപോലെ നെഞ്ചിനകത്തു നിന്ന് ജീവിതത്തിന്റെ സാരഥ്യം യേശുവിന് കൊടുക്കലാണ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും പാപമോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യേശുവായി കാണണം ക്രിസ്തുവിനെ, രക്ഷിതാവായി കാണണം ക്രിസ്തുവിനെ. ഞാൻ ഒരു പ്രമേയം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാം. ആ പ്രാർത്ഥനയിൽ എന്നെ വളരെ സ്പർശിച്ച അനേക വിഷയങ്ങളിൽ നിന്ന് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ആ പ്രാർത്ഥന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. എന്ന് പറഞ്ഞാൽ അങ്ങ് രക്ഷിതാവാ, അങ്ങ് യേശുവാ, അങ്ങ് കർത്താവാ, എൻ്റെ ജീവിതത്തിൻ്റെ ഭരണകർത്താവാ. തന്നെയുമല്ല, ആ കള്ളൻ നെഞ്ചകത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? കർത്താവേ, എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ മരിക്കും, പക്ഷേ അങ്ങ് മരണത്താൽ തീർന്നു പോകുകയില്ല. ഹല്ലേലൂയ! അങ്ങ് മരണത്താൽ തീർന്നു പോകുകയില്ല, അങ്ങ് രാജാവായി വീണ്ടും വരും. ഇത് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്തോ ഛേദോ വികാരങ്ങൾ ഉണ്ടെന്നറിയാമോ? കാരണം അവൻ കണ്ട സാമ്രാജ്യങ്ങൾ, അവൻ കണ്ട സമ്രാട്ടുകൾ, അവൻ കണ്ട രാഷ്ട്രീയ മീമാംസകൾ, അവൻ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ, അവൻ കണ്ടിട്ടുള്ള ഏത് കാര്യവുമാകട്ടെ, അതെല്ലാം കണ്ടുകൊണ്ട് അവനൊരു കാര്യം അറിയാം: അതെല്ലാം തകർന്നടിയും, അതെല്ലാം മരണത്താൽ മാറ്റപ്പെടും. അവൻ്റെ മുന്നിൽ റോമൻ സാമ്രാജ്യമുണ്ട്. പുരാതന സാമ്രാജ്യങ്ങളിൽ സുശക്തമായ റോമൻ സാമ്രാജ്യം, അതിൻ്റെ ജൂലിയസ് സീസർമാർ,
അതിൻ്റെ ഗവർണർമാർ, ഭരണകർത്താക്കൾ, ഇവരെല്ലാം അവൻ്റെ കൺമുൻപിലുണ്ട്. പക്ഷെ അതെല്ലാം നോക്കിക്കൊണ്ട് ആ ക്രൂശിൽ കിടന്ന് ആ കള്ളൻ ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം തകർന്നടിയും. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ആ കള്ളൻ ഒരു കാര്യം ഏറ്റു പറഞ്ഞു അവൻ്റെ അന്തരാത്മാവിൽ നിന്ന്, കർത്താവേ, അങ്ങ് മരിക്കും, പക്ഷേ അങ്ങ് മരണത്താൽ തീർന്നു പോകുകയില്ല, അങ്ങ് ഉയർത്തെഴുന്നേൽക്കും, അങ്ങ് ഉയർത്തെഴുന്നേൽക്കും, അങ്ങ് രാജാവായി തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമേറെയുണ്ട്, ഞങ്ങൾക്ക് അഭിമാനമേറെയുണ്ട്. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു മാത്രം മരണത്തെ തോൽപ്പിച്ച് 1000 കോടി സൂര്യപ്രഭയോടെ ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. പൊന്തിയസ് പിലാത്തോസിന്റെ ആജ്ഞകളെ ധിക്കരിച്ചുകൊണ്ട്, റോമൻ ചക്രവർത്തിമാരുടെ ആ മുദ്രകളെ തകർത്തുകൊണ്ട്, കല്ലിനെ ഭേദിച്ചുകൊണ്ട്, യേശു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് യേശു 3-ാം ദിവസം 1000 കോടി സൂര്യപ്രഭയോടെ എൻ്റെ കർത്താവ് ചരിത്രത്തിന്റെ വിരിമാറിൽ ഉദിച്ചുയർന്ന പൊൻതാരകമാണ്. അവിടുന്ന് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല. ആ കള്ളം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങ് രാജത്വം പ്രാപിച്ച് അങ്ങ് എന്ത് ചെയ്യും? മടങ്ങി വരും. ഇനി 1000 വർഷങ്ങൾ ഈ ഭൂമിയെ ഭരിക്കുവാൻ യേശു രാജാവായി വരാൻ പോവുകയാണ്. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയത യേശു വരും. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അങ്ങ് ചിന്തിക്കുന്നുണ്ടാകാം, എത്ര നാളായി പ്രസംഗിച്ചിട്ടും ഇവര് പറയുന്ന യേശു എന്തേ വന്നില്ല, അങ്ങക്ക് രക്ഷിക്കപ്പെടാൻ അവസരം തന്നതേ എന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ ഇന്ന് രാത്രി പറയട്ടെ, ഞങ്ങളുടെ യേശു വേഗം വെളിപ്പെടും. കർത്താവ് വരാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് അങ്ങയുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, യേശുവായി സ്വീകരിപ്പാൻ, കർത്താവായി സ്വീകരിപ്പാൻ, അയ്യോ അങ്ങയുടെ പാപത്തിന് മോചനം തരുവാൻ കഴിയുന്ന ഏക രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങേ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ സ്നേഹിത, നാളുകൾ ദീർഘമാക്കല്ലേ. ഒരുപക്ഷെ ഇന്ന് രാത്രി താണ്ടുമെന്ന് വിചാരിക്കല്ലേ. ഒരുപക്ഷെ ഇന്ന് രാത്രി അങ്ങയുടെ ജീവിതം തീർന്നു പോയെന്ന് വരാം. അതല്ലെങ്കിൽ യേശു രണ്ടാമത് ഇന്ന് വന്നുവെന്ന് വരാം. എന്നാൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയുക, എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ഈ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി വേണമെങ്കിൽ എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ എൻ്റെ ഏക കർത്താവും ഏക ദൈവവും ഏക രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇതാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇതിനുശേഷം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സ്വാഗതം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിൻ്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം. ശുഭരാത്രി.